സുഗന്ധം. ഈ കിടക്കയുടെ പുറത്താണ് ഗ്രേസമ്മ കുഞ്ഞമ്മയും മുതലാളി കിടന്നുറങ്ങുന്നത്. എനിക്കും കിടന്നുറങ്ങിയാലെന്താ? എന്ത് സുഖം, എന്ത് സുഖം. റബ്ബറിന്റെ പുറത്ത് കിടക്കുന്ന മാതിരി കിടക്കുമ്പോ എഴുന്നേറ്റോളൂ, തന്നെ എഴുന്നേറ്റോളൂ. പിന്നെ മാതിരി ഹായ് ഹായ്. തന്നോടാണ് പറഞ്ഞത് ഇത് കയറി കിടക്കാൻ? എനിക്കോ? ഞാനൊന്ന് ചുമ്മാ കിടന്നു നോക്കിയതാ കുഞ്ഞ്. കിടന്നു നോക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണോ? മേലിൽ ഇത് ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. പോയിന്റ് ഡ്രസ്സൊക്കെ ഒന്ന് തേച്ച് വെച്ചേ, താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യേ, ബ്ലൗസ് കണ്ടില്ലേ എന്തൊരു ചെറുതാ. പക്ഷെ ഗ്രേസമ്മ കുഞ്ഞമ്മ ഇട്ട് കാണുമ്പോൾ എന്തിനു വലിക്കും. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. എന്ത് കഷ്ടപ്പെട്ടായിരിക്കും പാവ ചെയ്തിരുന്നത്. ഒന്ന് വലുതാക്കി കൊടുക്കാം. അയ്യോ, താൻ എന്റെ ബ്ലൗസ് വലിച്ചു കീറിയോ? തന്നോട് തേക്കാൻ പറഞ്ഞിട്ട് താൻ എന്തിനാ വലിച്ചു കീറിയേ? ഞാൻ കീറിയതല്ല, ഞാൻ വലുതാക്കാൻ വേണ്ടി വലിച്ചപ്പം കീറിപ്പോയതാ. എല്ലാം നശിപ്പിക്കും. ഇത്രയും വളർന്നല്ലോടോ താൻ. ഇനി ഇവിടെ ജോലിക്ക് നിൽക്കണ്ട, വയ്ക്കോ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഗ്രേസമ്മ കുഞ്ഞ്, അറിയാതെ പറ്റിപ്പോയതാ. പറഞ്ഞു മനുഷ്യന്റെ വായിലെ വെള്ളം പറ്റി. ഇങ്ങത്താ പോയി എനിക്കുള്ള പാലൊന്ന് ചൂടാക്കിയെടുത്തേ. പാല് ചൂടാവൂല. അതെന്താ? ആ പാല് ഞാൻ കുടിച്ചു. എന്റെ പാലെടുത്ത് താൻ കുടിച്ചോ? വയ്ക്കോ, ഇനി ഇവിടെ കണ്ടുപോയി. എന്താണ് ഇവിടെ നിന്ന് പരങ്ങുന്നത്? എന്നെ ഗ്രേസമ്മ കുഞ്ഞ് ജോലിന്ന് പറഞ്ഞു വിട്ടു. എന്താ കാരണം? അത് എന്താ ഉണ്ടായതെന്ന് പറയടാ. അത് ഞാൻ ഗ്രേസമ്മ കുഞ്ഞിന്റെ ബെഡിൽ കയറി കിടന്ന് ബ്ലൗസ് വലിച്ചു കയറി പാല് കുടിച്ചു. എന്താ പറഞ്ഞേ? ഞാൻ ഗ്രേസമ്മ കുഞ്ഞിന്റെ ബെഡിൽ കയറി കിടന്ന് ബ്ലൗസ് വലിച്ചു കയറി പാല് കുടിച്ചു. പട്ടി കഴിവറ